കരമന സ്വദേശി അഖിലിന്റെ കൊലപാതകം ആസൂത്രിതമെന്ന DCP നിതിൻ രാജ്. കൊലപാതകം പ്രതികാര മനോഭാവത്തിൽ നടത്തിയത്. IPC 302 വകുപ്പ് ചുമത്തി കേസെടുത്തെന്നും DCP പറഞ്ഞു. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് റെന്റലായിട്ട് എടുത്തിരിക്കുന്ന വാഹനമാണ്. ഈ 4 പേരും മുൻപത്തെ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് കേസ് ഹിസ്റ്ററിയുള്ള ആൾക്കാരാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ തവണ നടന്ന ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിൻ്റെ നിഗമനം. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒരാൾ ഡ്രൈവറായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. ബാക്കി 3 ആൾക്കാരാണ് സീനിൽ കൃത്യമായ രീതിയിൽ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാ പ്രതികളെയും പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രതികളെ പിടികൂടാനുള്ള ഊർജിത ശ്രമമാണ് പോലീസിന് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അന്വേഷണത്തിലുള്ള മാത്രമേ. ഈ സ്പോട്ടിൽ ഉള്ള ആൾക്കാരെ കൂടാതെ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനകളുണ്ടോ, ഏതെങ്കിലും കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ പങ്ക് ഇതിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. വാഹനം കസ്റ്റഡി ഇല്ല, നമ്മൾ ആ പ്രതികളുടെ അസോസിയേഷനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെ പിടികൂടുന്നതിന് ആവശ്യമായിട്ടുള്ള ഊർജിതമായ ശ്രമങ്ങൾ ACP ഫോർട്ടിന്റെ ഭാഗത്തു നിന്ന് ഒരു ടീം തന്നെ ഇതിന്റെ പുറകിൽ അന്വേഷണം. അല്ല, അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സ്റ്റേജിൽ എനിക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അത് അന്വേഷണാവസ്ഥയിലിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികളെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള ഊർജിതമായ ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിൽ മരിച്ച വ്യക്തിയുടെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് 302 പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് സംഘം സംഭവ സ്ഥലവും കാറും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാവുമെന്ന് വെച്ചു. വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, അതിക്രൂരമായൊരു കൊലപാതകം, അതിന്റെ ചുരുളുകൾ ഏതാനും മണിക്കൂറുകൾക്കകം ഒഴിയുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. സ്വാഭാവികമായും ഇന്നലെ വൈകിട്ട് കൊലപാതകം നടക്കുന്നു. ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികൾ സഞ്ചരിച്ച കാർ അടക്കം കസ്റ്റഡിയിലെടുത്ത സാഹചര്യമാണുള്ളത്. എന്താണ് പോലീസിന്റെ അന്വേഷണം, ഏത് ഗതിയിലാണ്? തീർച്ചയായും അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്തി എന്നതാണ് പ്രധാന കാര്യം. കാരണം കഴിഞ്ഞ ദിവസം 5:30 ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. ഉടൻ തന്നെ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ പാകത്തിന് CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നു. രാവിലെയോടെ CCTV ദൃശ്യങ്ങൾ അടക്കം കൈരളി ന്യൂസ് പുറത്തുവിട്ടതാണ്. അതിലൂടെ പ്രതികളിലേക്ക് എത്തുന്ന സ്ഥിതിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രതികൾ ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരു 2019 നടന്ന വധക്കേസിലെ പ്രതികൾ തന്നെയാണ് എന്ന കാര്യത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രാഥമിക നിഗമനത്തിലും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത ഈ 4 പ്രതികളെയും പോലീസിന് പിടികൂടാനായിട്ടില്ല. പ്രതികൾ ഒളിവിലാണ്. ഊർജിത ശ്രമം നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും. ഈ പ്രതികളായ അപ്പു എന്ന പേരുള്ള അഖിൽ, അനീഷ്, വിനീഷ്, സുമേഷ് എന്നിവരാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾ. അതോടൊപ്പം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഒരു ആൾ ഉണ്ട്. കിരൺ കൃഷ്ണ എന്ന പേരുള്ള ആളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ 26-ന്, അതായത് തെരഞ്ഞെടുപ്പ് ദിവസം പാപ്പനംകോട് ബാറിൽ വെച്ച് ഈ കൊല്ലപ്പെട്ട അഖിലും ഒരു സംഘവുമായി തർക്കമുണ്ടായിരുന്നു. ആ കൊല്ലപ്പെട്ട അഖിലടക്കം 8 പേരടങ്ങുന്ന ഒരു സംഘവും ഈ പ്രതികളും തമ്മിലായിരുന്നു തർക്കം. അതിനുശേഷമുണ്ടായ പ്രതികാര മനോഭാവത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം. അതുതന്നെയാണ് അഖിലിന്റെ കുടുംബത്തിൽ നിന്നും ലഭിച്ച പ്രതികരണം. അഖിലിന്റെ വീടും അതോടൊപ്പം തന്നെ കൊലപാതകം നടന്ന സ്ഥലവും തമ്മിൽ ഒരു മതിലിന്റെ അകലം മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വൈകുന്നേര സമയത്ത് ഈ റോഡ് സൈഡിൽ തന്നെ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത് പ്രദേശവാസികളോ അതോടൊപ്പം തന്നെ അടുത്തുള്ള ആരും തന്നെ അറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഈ പ്രതികൾ എന്ന് സംശയിക്കുന്ന 4 പേരും ഈ 2019 നടന്ന അനന്തു വധക്കേസിലെ പ്രതികളാണ്. നിലവിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികളാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതികൾക്കെതിരെ ഇപ്പോൾ IPC 302 പ്രകാരമാണ് കൊലക്കുറ്റത്തിനാണ് കേസ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെയും പൂർത്തിയാക്കുകയാണ്. അല്പസമയം മുൻപാണ് DCP നിതിൻ രാജ് സംഭവ സ്ഥലത്തെത്തി കൊലപാതകം നടന്ന സ്ഥലം പരിശോധിച്ചു. ഇനി ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും
കാര്യങ്ങളിലേക്ക് എത്തുക എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഉടൻ തന്നെ പ്രതികളെ പിടികൂടാനാകും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. കഴിഞ്ഞ മാസം കരുമനയിലെ അഖിലിന്റെ കൊലപാതകത്തിൽ അത് അതിവേഗത്തിൽ തന്നെ പോലീസ് പ്രതികളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതിവേഗത്തിൽ പോലീസ് പ്രതികളിലേക്ക് എത്തുന്നു. ഉടൻ തന്നെ മറ്റ് പ്രതികളെയും പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിവരങ്ങളാണ് മാനസ മനോജ് പങ്കുവച്ചത്.